ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു ഫുൾ വീഡിയോ അയച്ചു. നമ്മൾ ഡുവോ വേഴ്സസ് സ്ക്വാഡാണ് ഇരിക്കുന്നത്. നമ്മുടെ ടീംമേറ്റ് ഒരു ബോട്ടാണ്, ഞാൻ മാത്രമാണ് ഇതിൽ പ്രോ. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമ്മാതിരി ആചാരങ്ങളൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ടുപോവുക. അപ്പോൾ BR ആണ് കളിക്കുന്നത്. നൈസ്, ഞാൻ പോയി അടിക്കും കളി, അതൊക്കെ എത്ര ഉള്ളു. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ലൂട്ട് പറക്കിയിട്ട് വരാം. സ്പീഡിൽ നമുക്ക് എല്ലാത് പോവാം, അല്ലെങ്കിൽ പിന്നെ ലാഗ് അടിച്ചിട്ട് പകുതി ഷോക്കാവും. നമ്മൾ പെട്ടെന്ന് ലൂട്ട് എടുക്കുക, എനിമിനാകുമ്പോൾ പെട്ടെന്ന് കില്ലെടുക്കുക, പെട്ടെന്ന് കളി തീർക്കുക. ഫസ്റ്റ് എനിമി, ഈ മാച്ചിലെ ഫസ്റ്റ് എനിമിനെ ഹെഡ് 153 ഹെഡ് അടിച്ച് നമുക്ക് കില്ലെടുത്തിട്ടുണ്ട് ഗൈസ്. കില്ലുകളപ്പം തന്നെ ഫിനിഷ് ചെയ്യും, വെച്ചുകൊണ്ടിരിച്ചിരുന്ന കാര്യം. അപ്പോൾ നമ്മൾ കില്ലെടുത്ത് നൈസായി ലൂട്ട് അടിച്ചിട്ട് നമുക്ക് അടുത്ത എനിമിയെ തപ്പിപ്പോവാം. അത്രയും ലാഗ് അടിപ്പിക്കാനുള്ള. അപ്പം നമ്മൾ അടുത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ഫൈറ്റ് നമ്മുടെ എക്സമേറ്റും MP40 എടുത്തിട്ടാണ് ഫൈറ്റ് എടുക്കാൻ പോണേ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു വുഡ് പെക്കർ കിട്ടി. പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മളതങ്ങോട്ട് വിളിച്ചു മാച്ചിനാണ് പോവുക. ഇത്ര തന്നെ. അതാ ഒരു എനിമി, ഒരു പിടി ചെറുത് കൊള്ളത്തെ അടുത്ത്. ഇതെന്ത് പാടി കൊള്ളത്തെ, ഹെഡ് ഷോട്ട് അടിക്കാൻ സമ്മതിക്കില്ല മുന്നാര്, എനിക്ക് പിടിക്കാനേ പറ്റുള്ളൂ. നമ്മൾ അടുത്ത കില്ല് 300 റെഡ് കൊടുത്ത്. പിന്നെ നിന്റെ കില്ലെടുക്കാൻ സമാധാനം തരില്ലാത്ത രൂപന്മാരേക്കാണ്. അങ്ങനെ നമ്മൾ അടുത്ത നോക്കെടുത്ത് പിന്നെയും ഇതാണ് ബോട്ട് ലോബി വന്നിട്ടാണ് കുഴപ്പം. ഫുള്ള് പറ ഇവിടെ നിന്നൊക്കെ എനിമി വരും. എന്നാലും നമ്മൾ പ്രോയാണ്, നമുക്ക് അതിനൊരു വിഷയമില്ല. അടുത്ത നോക്ക് പിന്നെ ഒരു റെഡ്, പക്ഷേ ഇന്ന് റെഡ് മയാണ്. അടുത്ത റെഡ് കൊണ്ടില്ല, ഒന്നുകൂടി റെഡ്, പിന്നെയും കൊണ്ടില്ല. ഇത് കൊള്ളിക്കും. റെഡൊന്നുമില്ല, ബോഡി ഷോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 4-5 നോക്കെടുത്തു. ഇത് അടുത്ത എനിക്ക് അതൊക്കെ എന്ത് നിസ്സാരം. ഓക്കെ, അങ്ങനെ ഒരു 5-6 കില്ലിനുള്ള നോക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഫിനിഷായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത എനിമി തട്ടും. ഒരു എനിമിയും കൂടി. അങ്ങനെ നമ്മൾ 5 കില്ലെടുത്ത് ഗൈസ്. നൈസായിട്ട് ലൂട്ടൊക്കെ അടിച്ച് നമ്മൾ ഓപ്പണായിട്ട് മണ്ട കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ലൂട്ടടിക്കണം, എന്നാലാണ് ഹെഡ് ഷോട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ വെഡൊക്കെ അടിച്ച് അടുത്ത എനിമി തട്ടും. എന്താ അവിടെ ഗ്ലൂവാളിൻ്റെ അപ്പുറത്തെ എനിമിൻ്റെ ബോട്ടെല്ലാവരും അയ്യേ അല്ല കിട്ടി വയറിഞ്ഞിരിക്കണമല്ലോ. നമ്മുടെ നമ്മുടെ ടീംമേറ്റ് നമ്മൾ റിവൈവ് ചെയ്തിരിക്കുന്നു. പിന്നെയും എവിടെയാണ് എൻ്റെ കില്ല്, അവിടെ പോയി ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങി നമ്മൾ ലൂട്ടൊക്കെ പറക്കി പിന്നെയും കില്ല ഇറങ്ങാം ഗൈസ്. പെട്ടെന്നാവാം, അല്ലെങ്കിൽ പിന്നെ ലാഗ് അടിച്ചാൽ. ഓക്കേ എടാ, പിന്നെ ഈ ബോട്ടുകളുടെ കുഴപ്പം ഇതാണ്, നേരെ ഒന്നും വെച്ചോളൂ. നമുക്ക് ആ ബോട്ടിനെ നൈസായിട്ട് എക്സമേറ്റ് വെച്ചിട്ട് കിട്ടിയത് വെച്ചറിയ. അതാണ് കയറൊന്നുമില്ല. എവിടെയാ പോക്കൊക്കെ എനിമി. നിന്നും ഇതിൽ കാണാതാ കിട്ടില്ലടാ. ഹെഡ് കയറിയില്ല, കുത്തി പിടിച്ചിട്ട് കഴിഞ്ഞാൽ പോലും ആരുടെ സൈഡിൽ കൂടെ പറഞ്ഞേ. ഇതാ ഞാൻ എനിമിയുടെ എന്നെ കൊല്ല്, എന്നെ ഇടിച്ചിട്ട് പോടാ. അന്തസ്സില്ലാത്ത ബോട്ടുകൾ ഇറക്കി, നല്ല ബോട്ടുകൾ. ഓക്കെ, നമ്മളതും ഫിനിഷ് ചെയ്ത് നമ്മൾ അടുത്ത എനിമീൻ തപ്പി നടന്നത്. വേണ്ട, നിങ്ങളിത് കാണുക. ഇതൊക്കെയില്ലാണ് ഞാൻ പറയണത്. അടുത്തത് ഒരു വണ്ടി വരുന്നുണ്ട്. മിട്ടൊടുക്കി ചിരകൾ എൻ്റെ പോനെ നല്ല ആവശ്യം ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ അവൻ ടീമിൽ നാളെ റിവൈവ് ചെയ്യും. ഇതെന്താ, ഞാനൊരു കംപ്ലീറ്റ്നെസ്സില്ലാത്ത ടോക്കൺ സാറില്ല. ഫസ്റ്റ് വോയിസ് ഓവറല്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളടുത്ത വീണ്ടും നമ്മൾ പുനർജനിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ അടുത്ത 12 കണ്ടിട്ട് കണ്ണും മുട്ടടിക്കുക, അതൊക്കെ എത്ര ഉള്ളൂ. അടുത്ത ബോട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും തരില്ലല്ലോ ആരും. നമ്മൾ ആ കില്ലെടുത്ത് നമ്മൾ മെല്ലെ ലൂട്ട് പറക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അവരടി വരുന്നു. അയ്യോ, അപ്പം ചത്തൻ്റെ വെസ്റ്റൊക്കെ ഒരു
ഇതാക്കിയവൻ ചേട്ടാ ഒറ്റയ്ക്ക് കളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ടീംമേറ്റിനെ അവൻ അപ്പോഴേക്കും ചത്ത്. നമുക്ക് ടീംമേറ്റിനെ റിവൈവ് ചെയ്തിട്ട് പെട്ടെന്ന് പോയിട്ട് ലാസ്റ്റ് ഫൈനൽ റൗണ്ട് ആയിട്ട് ഒരാൾ നമ്മുടെ ടീമേറ്റ് നമ്മുടെ ബോട്ട് ന്യൂബടെ സ്ഥലം ന്യൂബ് നമ്മുടെ കില്ലെടുത്തിൻ്റെ ഇതാവാൻ പോയിന്റ് അടിപൊളി. പിന്നാലെ പോയി അടി വന്നിരിക്കുന്നത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പോയി അടിക്കണം എന്ന് പറഞ്ഞു. എന്താണ് അവസ്ഥ? ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും എനിമീനെ അടിക്കാൻ വേണ്ടി പോന്നു. പക്ഷേ എൻ്റെ റേഞ്ച് സീനായതുകൊണ്ട് ഞാൻ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് പോണേ. കട്ട ശോകം ഗ്ലൂ ഇടാൻ നോക്കിയിട്ട് ഗ്ലൂ വീഴണില്ല. എന്നിട്ട് ഗ്ലൂവിൻ്റെ അപ്പുറത്ത് കൂടെയാണ് ഞാൻ പോണേ. അപ്പോഴേക്ക് അയ്യോ ജസ്റ്റ് നിസ്സാര കളിയാണ്. ബൂയി അടിക്കേണ്ട കളിയായിരുന്നു. മണ്ടൻ കളി കളിച്ചിട്ട്. സാർ നമുക്ക് അടുത്ത മാച്ചിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.